ചൈന ലോകത്ത് തന്നെ ഭീഷണിയായി അല്ലെങ്കിൽ ഭീഷണി ഉയർത്തുന്ന ഒരു രാജ്യമെന്നാണ് പറയുന്നത്. അപ്പോൾ ചൈനയുടെ ഭീഷണിയെ നേരിടാൻ എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ രാജ്യങ്ങളാണ് ചെയ്യുന്നത്, ഇത് മറ്റ് രാജ്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടൊരു സംഘർഷം ഉണ്ടായപ്പോൾ നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനം, നമ്മുടെ മിസൈലുകൾ, നമ്മുടെ യുദ്ധവിമാനങ്ങളെല്ലാം തന്നെ അഡ്വാൻസ്ഡ് ആയത് ഏത് കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ ചൈനയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒടുവിൽ ചൈന അവരുടെ മിസൈലുകൾ അല്ലെങ്കിൽ യുദ്ധവിമാനമൊക്കെ നൽകിയപ്പോൾ നമ്മൾ അതിനെയൊക്കെ പ്രതിരോധിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഏറെ അഡ്വാൻസ്ഡ് ആണ്. ഇവിടെ ഇപ്പോൾ എന്താ, ചൈനയുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഭീഷണികൾ മറ്റ് ചില രാജ്യങ്ങൾ നേരിടുന്നു. ഇതിൽ ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത് തൈവാനാണ്. കാരണം കാലങ്ങളായി ചൈനയുടെ സ്വപ്നമാണ് തൈവാൻ എന്ന് പറയുന്ന മേഖലയെ പിടിച്ചെടുക്കുക, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാക്കുക. അവർ പറയുന്നത് ഇപ്പോഴും തൈവാൻ ഞങ്ങളുടേതാണെന്നാണ്. പക്ഷേ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ എല്ലാ പിന്തുണയും തൈവാനുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കൻ സൈന്യം തൈവാനെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അവിടെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് ചൈനയ്ക്ക് കയറി നേരിട്ട് ഇടപെടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇടപെട്ടാൽ അത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ട് മാറും. ഇവിടെ ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ലോക ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇപ്പോൾ D4 എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് വ്യോമ പ്രതിരോധ സംവിധാനം ലോകത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. തായ്വാൻ എന്ന് പറയുന്ന രാജ്യം ഇത് വാങ്ങാൻ ഇന്ത്യയുമായിട്ട് സഹകരിക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഇതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല, ഇന്ത്യ നിർമ്മിച്ച ഈ D4 എന്ന് പറയുന്നത് ചൈനീസ് ആക്രമണങ്ങളെ, ചൈനയുടെ നീക്കങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് തൈവാൻ മനസ്സിലാക്കി. നേരത്തെ നമുക്കറിയാം നമ്മുടെ വ്യോമ പ്രതിരോധങ്ങൾ അസർബൈജാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ അർമേനിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ നോട്ടമിട്ടതാണ്. അങ്ങനെ അർമേനിയയുമായിട്ട് നമുക്ക് ചില കണക്ഷൻസും ഉണ്ട് ഈ ആയുധ ഇടപെടൽ. ഇപ്പോൾ തൈവാനും നമ്മുടെ ആയുധങ്ങൾ വാങ്ങണം, വ്യോമ പ്രതിരോധം വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നു. ഇതൊരു വലിയ നേട്ടമായിട്ട് നമുക്ക് എടുത്തു പറഞ്ഞൂടെ? തീർച്ചയായും കഴിയും. കാരണം ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ, ഡ്രോൺ പ്രതിരോധ സംവിധാനത്തിൽ ഇന്ത്യ പോലൊരു രാജ്യത്തിനെ അംഗീകരിക്കുകയാണ് തായ്വാൻ ഇതിലൂടെ ചെയ്യുന്നത്. തായ്വാൻ എന്ന് പറയുന്ന രാജ്യം ടെക്നോളജിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. എന്നിട്ടും അവർ നമ്മളുടെ ഈ പ്രതിരോധ ആയുധങ്ങൾ അല്ലെങ്കിൽ ഉപകരണങ്ങളൊക്കെ ആവശ്യപ്പെടുകയും അതിനോട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മളുടെ ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വളർച്ചയുടെ തെളിവാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ D4 എന്ന് പറയുന്ന ഡ്രോൺ പ്രതിരോധ സംവിധാനമാണ് ഇപ്പോൾ തായ്വാൻ ഇന്ത്യയോട് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യക്ഷമത കണ്ടിട്ടാണ് ഇത് അതിലൂടെ വ്യക്തമായത്. 100 കണക്കിന് ഡ്രോണാണ് നമ്മൾ ലക്ഷ്യം തെറ്റിച്ച് തകർത്തിട്ടുള്ളത്. ഒന്നുപോലും തന്നെ ഇന്ത്യക്കകത്ത് പതിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. DRDO തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചതാണ് ഈ D4 എന്ന് പറയുന്ന ഡ്രോൺ ഡിറ്റക്ട്, ഡിറ്റർ, ഡിസ്ട്രക്ട് എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം. തായ്വാൻ്റെ ടെക്നോളജിയൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ പോലും അവരിത് ആവശ്യപ്പെടുന്നതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയെ, നമ്മൾ സിനുജ് പറഞ്ഞ പോലെ തന്നെ ചൈനയെ നമുക്ക് പ്രതിരോധിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഡ്രോണുകളുടെ ഇലക്ട്രോണിക് സംവിധാനത്തെ ശക്തമായ റേഡിയോ ഫ്രീക്വൻസികൾ കൊണ്ട് തകർത്ത് അതിൻ്റെ ഗതി മാറ്റി പ്രവർത്തനരഹിതമാക്കുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗതി നിർണ്ണയ സംവിധാനം നിർവീര്യമാക്കപ്പെടും. അങ്ങനെ ഈ ഡ്രോണുകൾ നിലം പതിക്കുകയും അവിടെ വെച്ച് സ്ഫോടനത്തെ തകരുകയും ചെയ്യും. അല്ലാത്ത പക്ഷം നമ്മളുടെ ഈ പറയുന്ന മറ്റ് ചെറിയ റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. കാരണം ചെറിയ ഡിസ്റ്റൻസിലാണല്ലോ വരുന്നത്. അങ്ങനെ ഡ്രോണുകളുടെ പ്രവർത്തനത്തിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി തകർത്തിരുന്നതിനെ സോഫ്റ്റ് കില്ലിംഗ് എന്ന് പറയുകയും മറ്റ് ആയുധങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലേസർ സംവിധാനം ഉപയോഗിച്ച് ഇതിനെ തകർക്കുന്നതിനെ ഹാർഡ് കില്ലിംഗ് എന്ന് പറയുകയും ചെയ്യും. 360 ഡിഗ്രിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം D4 ചെയ്യുന്നത്. അതായത് താഴ്ന്നു വന്നാലോ വളരെ ഉയരത്തിൽ വന്നാലോ ഒക്കെ തന്നെ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അതായത് 360 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും തറയ്ക്ക്, അതായത് ഭൗമ ഉപരിതലത്തിൽ കൂടി വന്നാലും അല്ല, ഇനിയിപ്പോൾ ആകാശത്ത് നിന്ന് ഈ പറയുന്ന വളരെ ഉയരത്തിൽ നിന്ന് വന്നാലും ശരി തന്നെ അതിനെ തകർത്ത് ഇടാനായിട്ടുള്ള ശേഷി ഇന്ത്യയുടെ ഈ പറയുന്ന D4 എന്ന് പറയുന്ന സംവിധാനത്തിനുണ്ട്. സെൻറ്റർ ഫോർ ഹൈ എനർജി സിസ്റ്റമാണ് ഈ പറയുന്ന ഇതിനുള്ള ലേസർ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളുമെല്ലാം വികസിപ്പിച്ചിട്ടുള്ളത്. ഇതിനോടും തായ്വാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യ ഔദ്യോഗികമായിട്ട് തായ്വാനെ അംഗീകരിച്ചിട്ടില്ല, ഒരു സ്വതന്ത്ര രാജ്യമായിട്ടല്ല കാണുന്നത്. അപ്പോൾ ഇത് ലോകത്തിലെ മിക്ക രാജ്യങ്ങളും ഈ ഒരു ചൈനീസ് നിലപാടിനെ തന്നെയാണ് നോക്കിക്കാണുന്നത്, അതിനെ പിന്തുണച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ത്യ തായ്പേയ് അസോസിയേഷൻ എന്ന് പറയുന്ന രീതിയിൽ അനൗദ്യോഗികമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധം നിലവിൽ ഇന്ത്യക്ക് തായ്വാനുമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉയരുന്ന ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ തായ്വാനുമായിട്ട് ഒരു നയതന്ത്ര ബന്ധം തുടങ്ങണം, അതിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്നാണ്. ഇന്ത്യ പോലൊരു രാജ്യമൊക്കെ തായ്വാനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു മറ്റു രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ ഒരു പ്രേരണയാവും. അങ്ങനെ ഒരു ഇന്ത്യ തായ്വാനുമായിട്ടൊരു സ്വതന്ത്ര നയതന്ത്ര ബന്ധവും അതിന് രാജ്യമായിട്ടും അംഗീകരിക്കേണ്ട ആവശ്യകതയില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വേണം. കാരണം ഈ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കാലത്തെയും ഒരു പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് തൈവാനെ കൂടെ
ചേർക്കുക എന്നുള്ള. ഇന്നും ചൈന പറയുന്നത് തൈവാൻ ഞങ്ങളുടെ രാജ്യമാണെന്ന്. പക്ഷേ അമേരിക്കയുടെ ഒരു സംരക്ഷണയിലാണ് തൈവാൻ ഇപ്പോഴും കഴിയുന്നത്. ഈ തൈവാൻ എന്ന് പറയുന്ന ടെക്നോളജി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളൊന്നും. ഇപ്പം നമുക്കറിയാലോ, ഇസ്രയേൽ പോലെ ജൂതന്മാരുടെ ഒരു ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം അവർ ഈ സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിൽ വളരെ മുന്നിലാണ്. ഇതുപോലെ തായ്വാനും വളരെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം അവിടുത്തെ യങ്സ്റ്റേഴ്സ് അവർക്ക് കൂടുതൽ ഇന്നോവേഷൻ ഒക്കെ നടത്താൻ കഴിയുന്ന ഒരു തലമുറയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ചൈനയും തമ്മിൽ ഈ ട്രേഡ് വാർ ഉണ്ടായപ്പോൾ അമേരിക്ക ചൈനയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ മുഴുവൻ നിർത്താൻ തീരുമാനിച്ചു. അന്ന് ഇന്ത്യയുമായിട്ടുള്ള കരാർ അടിസ്ഥാനത്തിൽ ഈ പ്രൊഡക്ഷൻ ഹബ്ബ് മുഴുവൻ ഇന്ത്യയിലേക്ക് മാറ്റുമെന്നും ലോകത്തിൻ്റെ പ്രൊഡക്ഷൻ ഹബ്ബായി ഇന്ത്യ മാറുമെന്നൊക്കെ കരുതി. പക്ഷേ അമേരിക്ക വളരെ തന്ത്രപരമായ നിലപാടെടുത്തു. ഒരിക്കൽ ചൈനയെ സഹായിച്ചതുപോലെ ഇന്ത്യയും സഹായിച്ചാൽ ഏഷ്യയിലെ വൻ രാജ്യമായിട്ട് ഇന്ത്യയും മാറും. അത് വേണ്ട. അപ്പോൾ കുറേ പ്രൊഡക്ഷനൊക്കെ നേരെ തൈവാനിലേക്ക് മാറ്റുന്നു. അവിടെ അവർ ഇലക്ട്രോണിക്സ് മേഖലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന മേഖലയിലൊക്കെ വളരെ രീതിയിൽ മുന്നേറുന്നുണ്ട്. ഈ രീതിയിൽ മുന്നേറുമ്പോൾ ചൈനയ്ക്ക് അവരുടെ ആ നീക്കത്തെ തടയണമെന്നോ അല്ലെങ്കിൽ പ്രതിരോധിക്കണമെന്നോ ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇന്ത്യ നിർമ്മിച്ച ഇത്തരത്തിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനം, ഇപ്പോൾ D4 പോലെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം, അത് 360 ഡിഗ്രിയിൽ പോലും പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സമുദ്രത്തിലൊക്കെ ഈ സമുദ്ര ജലനിരപ്പിന് സമാന്തരമായി പോലും മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയും. അതിനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന മിസൈലുകൾ, ആൻറ്റി മിസൈലുകളൊക്കെ നമ്മൾ DRDO നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ ഭൗമ ഉപരിതലത്തിൽ ഇപ്പം വ്യോമ മേഖല മുകളിൽ കൂടെ വരുന്നത് പോലെ അല്ല, ഡ്രോണുകൾ വളരെ താഴെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും? അത്തരത്തിൽ 360 ഡിഗ്രിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് D4 എന്ന സംവിധാനത്തിലൂടെ വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. അങ്ങനെയുള്ള സംവിധാനത്തിൻ്റെ അഡ്വാൻറ്റേജ് കണ്ടിട്ടാണ് തൈവാൻ നമ്മുടെ അടുത്ത് വരുന്നത്. ഇപ്പോൾ അർമേനിയ പോലെയുള്ള രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് നമ്മളിൽ നിന്ന് ആയുധം വാങ്ങണം, നമ്മളുമായിട്ട് ഈ ആയുധ കരാറിൽ ഏർപ്പെടണമെന്ന് ചിന്തിക്കുന്നത്? അതുപോലെയാണ് തൈവാനും ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഒരു പ്രോഡക്റ്റ് നിർമ്മിച്ചാൽ, അത് പ്രത്യേകിച്ച് ഒരു പ്രതിരോധ ഉപകരണമായിക്കോട്ടെ, മിസൈൽ ഉൾപ്പെടെയുള്ള ആയുധങ്ങളായിക്കോട്ടെ, അതെല്ലായ്പ്പോഴും ചൈനയെ തകർക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായപ്പോൾ അവർ ഉപയോഗിച്ച ഡ്രോണ്, മിസൈലുകൾ, മറ്റ് വ്യോമാക്രമണങ്ങൾ ഇതെല്ലാം തന്നെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനം കൊണ്ട് തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഈ ഉപകരണങ്ങളെല്ലാം തന്നെ ചൈനയ്ക്കെതിരായിട്ടുള്ളതാണ്, ചൈനയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നതാണെന്ന് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കി. ഇവിടെ തൈവാനും അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ജാമിങ് എന്ന് പറയുന്ന സംവിധാനം, അതുപോലെ തന്നെ GPS സ്പൂഫിംഗ്, ഇതെല്ലാം തന്നെ ഈ പറയുന്ന D4 സംവിധാനത്തിലൂടെ സാധിക്കുന്നു. അപ്പോൾ നമ്മുടെ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് DRDOയുടെ സഹകരണത്തോടെ ഇത് നിർമ്മിക്കുമ്പോൾ അതിലേക്ക് ഒരു കരാറിലേക്ക് ആദ്യം തന്നെ ഈ തൈവാൻ പോലെയുള്ള രാജ്യങ്ങൾ വരികയാണ്. അത് കണ്ടാൽ ഒരുപക്ഷെ കൂടുതൽ രാജ്യങ്ങൾ ഇടപെട്ടേക്കാം. അപ്പം ഡ്രോണുകളെ പോയി ഡിറ്റക്റ്റ് ചെയ്യുക, പിന്നെ അതിനെ നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയി പ്രതിരോധ രംഗത്ത് അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ മേഖലയിൽ എന്ന് തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ തായ്വാന് ഇത് മേടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ചൈനയ്ക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്ത് പണക്കം ഉണ്ടാകും. പക്ഷേ ഈ വ്യോമ ആയുധങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ ഉപകരണങ്ങളൊക്കെ കയറ്റുമതി ചെയ്യുന്നതിൽ, വിൽപ്പന നടത്തുന്നതിലൊക്കെ 100ഓളം രാജ്യങ്ങളുമായിട്ട് നമ്മളിപ്പോൾ സഹകരിക്കുന്നുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചും അഭിമാനിക്കാവുന്ന കാര്യം കൂടിയല്ലേ? അതെ, തീർച്ചയായിട്ടും. തായ്വാന്റെ വ്യോമാതിർത്തിയും സമുദ്രാതിർത്തിയും ഒക്കെ പല കുറി ചൈന ഭേദിച്ചു പോകാറുണ്ട്. അവിടെ പോയി നിരീക്ഷണം നടത്തി ഡ്രോണുകളൊക്കെ മടങ്ങാറാണ് പതിവ്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം നിലവിൽ ഈ തായ്വാന്റെ കയ്യിലില്ല. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്നുള്ള ഈ ടെക്നോളജി കിട്ടുകയാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ചൈനയെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർമേനിയയും വിയറ്റ്നാമും നിലവിൽ D4 എന്ന് പറയുന്ന ഡ്രോൺ പ്രതിരോധ സംവിധാനം വേണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ റിയൽ ടൈം സെർച്ച് സംവിധാനം, ട്രാക്കിങ്, ന്യൂട്രലൈസേഷൻ, സോഫ്റ്റ് കില്ലിംഗ്, ഹാർഡ് കില്ലിംഗ് മെത്തേഡുകൾ, ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ തെളിയിക്കപ്പെട്ടതാണ് അതിൻ്റെ വിജയം. അപ്പോൾ ഇങ്ങനെയുള്ള 3 കിലോമീറ്റർ മുതൽ 5 കിലോമീറ്റർ വരെയുള്ള ദൂരപരിധിയിലുള്ള ഡ്രോണുകളെയാണ് ഇതിനെ തകർക്കാനാവുക. അതേസമയം തന്നെ തായ്വാൻ മറ്റൊന്നുകൂടി നമ്മളോട് താല്പര്യം പ്രകടിപ്പിച്ചുള്ള MKA എന്ന് പറയുന്ന 30 കിലോ വാട്ട് ലേസർ വെപ്പൺ സിസ്റ്റത്തിനെ കൂടിയാണ്. 4 മുതൽ 5 കിലോമീറ്റർ റേഡിയസിൽ വരെ ഈ പറയുന്ന ഏത് തരത്തിലുള്ള UAVകളെയും ഡ്രോണുകളെയൊക്കെ തകർക്കാൻ കഴിയുന്ന ഒരു വെപ്പൺ ആണിത്. എനർജി വെപ്പൺ, ഡയറക്റ്റ് എനർജി വെപ്പൺ എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ലേസർ പ്രതിരോധ സംവിധാനവും ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇത് ചൈന, റഷ്യ, അമേരിക്ക, ഈ പറയുന്ന ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമാണുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് 300 കിലോ വാട്ട് പവർ ശേഷിയുള്ള കരുത്തുള്ള സൂര്യ എന്ന് പറയുന്ന 20 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു MK2A ഒരു പുതിയ വേർഷൻ കൂടി നിർമ്മിക്കുന്നുണ്ട്. അതായത് 300 കിലോ വാട്ടും 20 കിലോമീറ്റർ റേഞ്ചുമാണ് അതിനുള്ളത്. കുറേ കൂടി ശക്തമായിട്ടുള്ള ഡ്രോൺ പ്രതിരോധ സംവിധാനമായിരിക്കും ഇത്. ഇങ്ങനെ ഇന്ത്യ കൂടുതൽ കരുത്തിലേക്ക് വരുമ്പോൾ, കൂടുതൽ പ്രതിരോധ മികവിലേക്ക് വരുമ്പോൾ ലോകരാജ്യങ്ങളിൽ സ്വീകാര്യത വർദ്ധിക്കുകയാണ്. അപ്പോൾ
അമേരിക്കയ്ക്കും ചൈനയ്ക്കുമൊക്കെ ഒപ്പം എത്തുന്ന, സാധാരണ അവരെ ക്ലബിലേക്ക് കയറി എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ഈ ഘട്ടത്തിൽ ഈ 300 കിലോ വാട്ടിൻ്റെ സിസ്റ്റം കണ്ടെത്തുന്നതോടുകൂടി ഒപ്പത്തിനൊപ്പം നിൽക്കാനുള്ള ശേഷി കൂടി ഇന്ത്യ കൈവരിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വേണം നമ്മൾ കരുതാൻ. അപ്പോൾ നമ്മുടെ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടതാണെന്ന് ഇന്ത്യ പാക് സംഘർഷത്തിലൂടെ നമ്മൾ തെളിയിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉപകരണങ്ങളുടെയൊക്കെ ഒരു എക്സിബിഷൻ നടത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എങ്ങനെയാണോ ഈ ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ തകർത്തത്, എന്തിന് വിമാനത്തിൽ നിന്നുള്ള ആക്രമണങ്ങളെ വരെ നമ്മൾ തകർത്തു. അന്ന് നമ്മൾ പറഞ്ഞത് ആകാശമാണ്. ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് D4 എന്ന് പറയുന്ന സംവിധാനത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇത് 360 ഡിഗ്രിയിൽ ചെരിയുന്നു, ഡിറ്റക്ട് ചെയ്യുന്നു, പിന്നീട് നശിപ്പിക്കുന്നു. അങ്ങനെയുള്ള ടെക്നോളജിയെ തൈവാൻ പോലും അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ടെക്നോളജിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് മാത്രമേ മറ്റ് രാജ്യങ്ങളുടെ മികവിനെ അംഗീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ പുതിയ പുതിയ പദ്ധതികളുമായിട്ട് വരുന്നു, പുതിയ ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ആ പദ്ധതി, മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ശ്രമിക്കുകയാണ്. അത്തരത്തിൽ ആയുധ നിർമ്മാണവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. ആ നിർമ്മാണത്തെ മറ്റ് രാജ്യങ്ങൾ അംഗീകരിക്കുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ കഴിയുന്ന ഒരു രാജ്യം ചൈനയാണ്. കാരണം ഏഷ്യയിലെ വൻ ശക്തിയായിട്ട് എന്നും അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു ഭീഷണി ഉണ്ടാകരുത്. ഈ അമേരിക്കയെ നമ്മളെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. കാരണം ഈ ചൈന വളർന്നു വരുമ്പോൾ അവർക്ക് എടുത്തു മുന്നിലേക്ക് നിർത്താൻ പറ്റുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും യുദ്ധത്തെ അനുകൂലിക്കാത്ത, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ്. പക്ഷേ നമുക്ക് നേരെ എന്തെങ്കിലും ഒരു ആക്രമണം വന്നാൽ, നമ്മളെ ആരെങ്കിലും ചൊറിയാൻ വന്നാൽ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ഈ പഹൽഗാം സംഭവത്തിന് ശേഷം നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇന്നും ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ നടപടികൾ അവസാനിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന ഏതൊരു ഭീഷണിയും അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കെൽപ്പുള്ള ഒരു ലോകശക്തിയായിട്ട് നമ്മൾ മാറി. അത് കഴിഞ്ഞ 10-11 വർഷം കൊണ്ടുണ്ടായ ഒരു നേട്ടമാണ്. ഇതിനു മുമ്പും രാജ്യം ഭരിച്ച നിരവധി ആളുകളുണ്ട്. പക്ഷേ അവർക്കാർക്കും ധൈര്യമില്ലാതിരുന്ന, അവർക്കാർക്കും കഴിയാതിരുന്ന ഒരുപാട് മേഖലകളിലേക്ക് നടന്നു കയറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പ്രതിരോധ രംഗത്തായിക്കോട്ടെ, അല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിക്കോട്ടെ, ഒക്കെ നമുക്ക് വലിയ മുന്നേറ്റം നടത്താൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഡ്രോൺ പ്രതിരോധ സംവിധാനവുമായിട്ട് വീണ്ടും നമ്മൾ മുന്നേറുന്നു. ഒരുപക്ഷെ ഈ യുദ്ധം നടന്ന സമയത്ത്, അല്ലെങ്കിൽ സംഘർഷം നടന്ന സമയത്ത് ഇതിനെക്കുറിച്ച് അധികം കേട്ടിരുന്നില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന വൈദഗ്ധ്യമുള്ള ആളുകളാണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തൈവാനും ഇന്ത്യയും തമ്മിൽ കൂടുതൽ മികച്ച കൂട്ടുകെട്ടുകൾ ഉണ്ടാകും. അത് ലോകരാജ്യങ്ങളുമായിട്ടുള്ള കൂടുതൽ വലിയ സഹകരണത്തിനിടയാക്കും. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിച്ചുകൂടെ? തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.